ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാസിന്റെ ഏറ്റവും പുതിയ തെലുഗു പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ പൂജ നടന്നിരിക്കുകയാണ്. സീതാരാമം എന്ന സിനിമയുടെ സംവിധായകൻ ഹനു രാഘവപ്പൊടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജാ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. പ്രഖ്യാപനം ഇന്ന് നടന്നിരിക്കുകയാണ്. 1940 കഥ പറയുന്ന സിനിമ ഹിസ്റ്റോറിക് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. പ്രഭാസ് സിനിമയുടെ ചിത്രീകരണം ഉടനെ ആരംഭിക്കും. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ആസിഫ് അലി നായകനെത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമ കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയുടെ ടീസർ ഇന്ന് ചിങ്ങം 1 റിലീസ് ആയിരിക്കുകയാണ്. വിജയരാഘവൻ, അപർണ ബാലമുരളി തുടങ്ങിയവർ ഈ സിനിമയിൽ മറ്റ് പ്രധാന റോളുകളിലെത്തുന്നു. ആസിഫിന്റെ സമീപകാല സിനിമകളിൽ വ്യത്യസ്ത സിനിമയാണ് ചിത്രം. ഓണം റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ജാതി ജാതകം വിനീത് ശ്രീനിവാസൻ നായകനെത്തുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസിന് മുന്നോടിയുള്ള സിനിമയിലെ ഗാനം നാളെ ഓഗസ്റ്റ് 18 രാവിലെ 11 മണിക്ക് റിലീസ് ചെയ്യും. ഭാവന നായക വേഷത്തിലെത്തുന്ന ഹണ്ട് എന്ന സിനിമയുടെ ട്രെയിലർ നാളെ റിലീസ് ചെയ്യുകയാണ്. ഷാജി സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നാളെ ഓഗസ്റ്റ് 18 വൈകിട്ട് 5 മണിക്ക് കീർത്തി സുരേഷ് ഉൾപ്പെടെയുള്ള നടീ നടന്മാർ ട്രെയിലർ റിലീസ് ചെയ്യുന്നതാണ്. തമിഴിൽ നിന്നും ഈ വർഷം വരുന്ന അടുത്ത വമ്പൻ സിനിമയാണല്ലോ ദി ഗോട്ട്. അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമയാണല്ലോ വിജയ് നായകനെത്തുന്ന തളപതി 69. ചിത്രത്തിന്റെ സംവിധായകൻ ഇപ്പോഴത്തെ എച്ച് വിനോദ് ആണ് എന്ന് സംവിധായകൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ റൂമേഴ്സിൽ പറയുന്നത് പോലെ ചിത്രം ഒരു രാഷ്ട്രീയ സിനിമ അല്ല എന്നും കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമയാണ് എന്നാണ് എച്ച് വിനോദ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഗോട്ടിന്റെ റിലീസിന് ശേഷം വരുന്നതാണ്. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഇനി 20 പരം ദിവസത്തെ ചിത്രീകരണം മാത്രം ബാക്കി. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിക്കപ്പെട്ട L360 നേരത്തെ ഒക്ടോബർ റിലീസ് ചാർട്ട് ചെയ്ത സിനിമയാണെങ്കിലും ബറോസിന്റെ റിലീസ് മാറ്റിയത് മൂലം സിനിമ ഒക്ടോബറിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അതേസമയം ചില മീഡിയാസ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അടുത്ത വർഷത്തിലേക്ക് സിനിമയുടെ റിലീസ് മാറ്റിയെന്നൊക്കെ അൺഒഫീഷ്യൽ റൂമേഴ്സ് ആയിട്ട് പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. നവംബറിലേക്കാണ് സിനിമ നിലവിൽ തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അടുത്ത തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ബസൂക്ക. കഴിഞ്ഞ ദിവസം സിനിമയുടെ ടീസർ റിലീസ് ചെയ്തിരുന്നു. ചിത്രം ഇപ്പോഴത്തെ ഒക്ടോബർ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇനി കുറച്ച് ദിവസത്തെ ചിത്രീകരണം മാത്രമേ സിനിമയുടേതായിട്ട് ബാക്കിയുള്ളൂ. അത് ഈ ഓഗസ്റ്റ് മാസം പൂർത്തിയാക്കും. മമ്മൂട്ടി JVM കോമ്പിനേഷൻ സീൻസ് തന്നെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ടൊപ്പം തന്നെ ബാക്കി ഷൂട്ടിങ്ങിന്റെ മറ്റ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.